താരകാസുരനുമായി യുദ്ധം നടക്കുന്ന സമയത്താണ് ആദ്യമായി ശിവൻ ഗംഗയെ കാണുന്നത്. ഗംഗ തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പോരാടുകയായിരുന്നു. യുദ്ധമധ്യേ ശിവൻ എത്തി. ശിവനെ കണ്ട് ദാനവ സൈന്യം അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ഗംഗയ്ക്ക് ശിവൻ ദർശനം നൽകി. തന്നെ വിവാഹം കഴിക്കുവാൻ ഗംഗ പരമശിവനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സതി ഒഴികെയുള്ള ഒരു ശരീരത്തെക്കുറിച്ചും തനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് ശിവൻ പറഞ്ഞു. പ്രപഞ്ചാവസാനം വരെ ഗംഗയെ പവിത്രയായി തുടരാൻ ശിവൻ അനുഗ്രഹിച്ചു. ഗംഗയ്ക്ക് പാപങ്ങൾ നീക്കം ചെയ്യാനുള്ള കഴിവും ശക്തിയും ഉണ്ടാകുമെന്നും ശിവൻ അനുഗ്രഹിച്ചു. ആകാശഗംഗയെ മണ്ണിലൂടൊഴുക്കി പാതാളത്തിലെത്തിക്കണമെന്ന വസിഷ്ഠന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഭഗീരഥൻ ആദ്യം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. ഭഗീരഥന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് ഗംഗയെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തിയാലേ അവൾ അവതരിക്കുകയുള്ളൂ എന്നും ഒഴുകിയെത്തുന്ന ഗംഗയെ ഭൂമിദേവിക്ക് താങ്ങാനാകില്ലെന്നും ഇതിനായി ശിവനെ പ്രത്യക്ഷപ്പെടുത്തണമെന്നും ഭഗീരഥനെ അറിയിച്ചു. വൈകാതെ ഭഗീരഥൻ ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. ആകാശഗംഗയെ തന്റെ തിരുജടയിൽ താങ്ങാമെന്ന് ശിവൻ സമ്മതിച്ചു. ഗംഗാതപം നടത്തിയതിനെ തുടർന്ന് പ്രത്യക്ഷയായ ഗംഗ ഭൂമിയിലേക്കൊഴുകാൻ അനുമതി അറിയിച്ചു. പക്ഷേ ഗംഗയ്ക്കൊരു സംശയം, ശിവന് തന്നെ താങ്ങാനാവുമോ എന്ന്. അഹങ്കാരത്തോടെ ഗംഗ എടുത്തുചാടി. ശിവൻ അവളെ തന്റെ ജടയിൽ സ്വീകരിച്ചു, അതും ഒരു മഞ്ഞുതുള്ളി ഏറ്റുവാങ്ങുന്ന ലാഘവത്തോടെ. ശിവനെ പിന്നെയും ഭഗീരഥൻ തപം ചെയ്ത ശേഷമാണ് ജടയിൽ നിന്ന് ഗംഗാജലം വിട്ടുകൊടുത്തത്. ഭഗീരഥനെ അനുഗമിച്ച് ഗംഗ ഭൂമിയിലേക്കൊഴുകി. ഗംഗയുടെ അഹങ്കാരം അപ്പോഴും ശമിച്ചിരുന്നില്ല. ഭഗീരഥനെ അനുഗമിച്ച ഗംഗ ഋഷിയായ ജന്നുവിന്റെ തപോവനം മുക്കിക്കളയാൻ തുടങ്ങി. കോപം പൂണ്ട ഋഷി ഗംഗയെ അരക്കവിൾ വെള്ളമെന്ന പോലെ കുടിച്ചു. ഋഷിയെ പ്രീതിപ്പെടുത്താനായി ഭഗീരഥന്റെ അടുത്ത തപസ് ആരംഭിച്ചു. ഒടുവിൽ ഋഷി കർണത്തിലൂടെ ഗംഗയെ പുറത്തേക്കൊഴുക്കി. ഒട്ടേറെ പർവ്വതങ്ങളും കുന്നുകളും ഉൾപ്പെടെ ദുർഘട സ്ഥാനങ്ങൾ ഗംഗ പിന്നെയും പിന്നിട്ടു. പിന്നീട് ശാന്തമായി സമതലത്തിലേക്ക് പ്രവേശിച്ചു. വീണ്ടും പ്രവഹിച്ച് പാതാളത്തിലെത്തി. സഗരന്റെ പുത്രന്മാരുടെ ചിതാഭസ്മത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. അതോടെ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഭഗീരഥന്റെ പ്രയത്നം കൊണ്ട് ഭൂമിയിൽ പ്രവേശിച്ചതിനാലാണ് ഗംഗയെ ഭാഗീരഥി എന്ന് വിളിക്കുന്നത്.